അതിരാവിലെ യുദ്ധത്തിന് പോകുന്ന കുതിരയെ തന്നെ സത്യം. കുളമ്പുകൾ പാറക്കിടിക്കുന്നു, യുദ്ധമുഖത്തേക്ക് എത്തുന്നു, ശത്രുക്കളുടെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്നു. അതൊന്നും വകവെക്കാതെ ഇന്നലെ പാതിരാക്ക് ഉറങ്ങിയതാണെങ്കിലും ഇന്ന് യജമാനൻ പറയുന്നതിനനുസരിച്ച് നേരത്തെ എഴുന്നേറ്റ് പടക്കളത്തിലേക്ക് പുറപ്പെടുന്നു. ഈ കുതിരകളെ സത്യം ചെയ്തതിന് ശേഷമാണ് ഖുർആൻ പറയുന്നത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, യജമാനനായ ഞാൻ പറഞ്ഞത് എന്ത് മനുഷ്യന്മാർ സ്വീകരിക്കാത്തത്. വളരെ മനോഹരമായിട്ടാണ് ഖുർആൻ ആയത്ത് അവിടെ ഫിറ്റ് ചെയ്തേക്കുന്നത്. പുലി, സിംഹം, കടുവ എന്നൊക്കെ പറയണ വളരെ കടിച്ചു കീറുന്ന ജീവികളാണെങ്കിൽ തന്നെയും പരിശീലിപ്പിച്ച് സർക്കസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു വളയം, അതിന്റെ ഉള്ളിലൂടെ ജമ്പ് ചെയ്യുന്നു, സൈക്കിൾ ഓടിക്കുന്നു കേട്ടോ. അപ്പൊ ആന നന്നായി, പാമ്പ് നന്നായി, കടുവ നന്നായി, പുലി നന്നായി, സിംഹവും നന്നായി, ഇനി ആകെ നമ്മളെ ബാക്കിയോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉപദേശം തേടി വന്ന കുറേ ഹദീസുകളിൽ നബി തങ്ങൾ ഈ സൽസ്വഭാവം ആഡ് ചെയ്യുന്നുണ്ടാവും. നബിയെ അധിക പേരും എങ്ങനെ സ്വർഗത്തിലെത്തും? അതിന് മറുപടി തഖ്വല്ലാഹ് ഹുസ്നുൽ ഖുൽഖ്. നബിയെ എന്നെ ഒന്ന് ഉപദേശിക്കാവോ? ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ഇതെന്തിനാ രണ്ടും ഒന്നിച്ച് പറയണത്? അത് കുറെ ആൾക്ക് നല്ല ഇബാദത്തുണ്ടാവും, പക്ഷെ പേരും ചൂടനായിരിക്കും. അപ്പൊ കുറെ കൂടി നമ്മളെ എല്ലാവരുടെയും സ്വഭാവത്തെ ശരിപ്പെടുത്തിയാൽ തന്നെ അക്മലുൽ മുഅ്മിനീന ഈമാന എന്ന് പറയുന്ന ഒരു പാർട്ടിലേക്ക് വരും.